എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്രിസ്പിയായ ഫിഷ് 65 ആണ് ഉണ്ടാക്കുന്നത്. ഈസിയായി ചെയ്യാൻ പറ്റുന്നതും ടേസ്റ്റിയുമായ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. 500 ഗ്രാം മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബോൺലെസ് മീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിപ്പോൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി ഉപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് മിക്സാക്കി എടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് മിക്സാക്കാം. ഇത് അരമണിക്കൂർ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. അരമണിക്കൂറായി മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി 1 മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. ഇതിലേക്ക് മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബ്രൗൺ കളർ ആകുമ്പോൾ കോരിയെടുക്കാം. ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം.
ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഫിഷ് 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. മുള്ളില്ലാത്തത് കൊണ്ട് ഈസിയായി അവർക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്